നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും മുടിക്ക് നല്ല ബലം കൊടുക്കാനായിട്ടും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ താരന് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ട് സ്മൂത്തായിട്ട് കിടക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറാണ്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കുറേ ദിവസമായി ഹെയർ കെയർ ടിപ്സ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ മാറ്റിയിട്ട് മുടി നല്ല ക്ലീൻ ആക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഹെയർ ടോണറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലെ സ്പ്ലിറ്റൻസ് ഒക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ സ്കാൽപ്പിൽ ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാനായിട്ടും ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറാണ്. അതേപോലെ തന്നെ മുടിക്ക് നല്ല ബലം കൊടുക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് ഹെയർ കെയറിനോടൊപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ടോണറാണിത്. നമ്മൾ മോർണിംഗിൽ മുടി നല്ലതായിട്ട് കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നോർമലി എങ്ങനെയാണോ കെട്ടിവെച്ച് നടക്കുക അതേപോലെ തന്നെ കെട്ടിവെച്ചിരുന്നാൽ മതി. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഹെയർ ടോണറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചായപ്പൊടിയാണ്. അപ്പം എൻ്റെ കയ്യിൽ ടീ ബാഗായിട്ടാണ് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ ടീ ബാഗ് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണ് ചായപ്പൊടി എടുത്താൽ മതി. അപ്പം ഞാൻ ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ടീ ബാഗ് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു ചായപ്പൊടി ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കറിവേപ്പില നമ്മുടെ മുടി വളർച്ചയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു ലീഫ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതിൻ്റെ തണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സവോളയാണ്. സവോള ഞാൻ ഒരു പകുതി സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ സവോളയായിരുന്നു. ആ ഒരു സവോളയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോള നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാനായിട്ടും താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ പോകാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു സവോള ഞാൻ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആ ഒരു കപ്പ് വെള്ളം നമുക്കൊരു 3/4 കപ്പ് ആവുന്നിടം വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. തിളച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഇതിൻ്റെ കളർ നന്നായിട്ട് ആ ഒരു ചായവെള്ളത്തിൻ്റെ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു സവോളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇത് തുറന്നു നോക്കണം. അപ്പോഴും ഈ ഒരു വെള്ളത്തിൻ്റെ ചൂട് നന്നായിട്ട് പോയിട്ടൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ മൂടി വെച്ചതിന് ശേഷം അത് തുറന്നതിന് ശേഷം വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ പാത്രം വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി വേണം നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ അരിച്ചിട്ട് വരാം. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടും അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. ഈ ഒരു ഹെയർ ടോണർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു 7 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഹെയർ ടോണറാണ്. നമ്മൾ മോർണിംഗ് ഹെയർ കെയറിനോടൊപ്പം തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹെയർ ടോണറാണ്. അടിപൊളി റിസൾട്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരൻ മാറാനായിട്ടും മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ടും തിക്കായിട്ട് വളരാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബോട്ടിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൈ വെച്ചിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് ഹെയർ കളർ വാങ്ങിച്ചപ്പം കിട്ടിയ ഒരു ബോട്ടിലാണ്, വാഷ് ചെയ്ത് എടുത്തതാണ്. അതേപോലെ എന്തെങ്കിലും ഒരു ബോട്ടിലോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. എന്താണെങ്കിലും ഒരു 7 ഡേയ്സ് നിങ്ങളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് മുടിക്ക് നല്ല ബലം കൊടുക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ വകച്ചിലെടുത്തിട്ട് ഇതേപോലെ
ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ. അതേപോലെ തന്നെ പെട്ടെന്ന് പോയി വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ ടോണർ ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ടാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.